ഇന്ത്യ-US വ്യാപാര കരാർ സംയുക്ത പ്രസ്താവന 5 ദിവസത്തിനകം. വ്യവസ്ഥകളെക്കുറിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടെ ഇന്ത്യ-US വ്യാപാര കരാർ സംബന്ധിച്ച ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പ്രസ്താവന 5 ദിവസത്തിനുള്ളിൽ പുറത്തിറങ്ങും. വിപുലമായ ഉഭയകക്ഷിക്കാരന്റെ നിയമപരമായ ചട്ടക്കൂടും ഇതോടൊപ്പം ഉണ്ടാകും. ഉഭയകക്ഷി കരാറിന്റെ ആദ്യ ഭാഗം ഏറെക്കുറെ തയ്യാറാണ്. 4-5 ദിവസത്തിനുള്ളിൽ കരാർ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന ഇരു രാജ്യങ്ങളും പുറത്തിറക്കുമെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചിട്ടുണ്ട്. സംയുക്ത പ്രസ്താവനയ്ക്ക് ശേഷം തീരുവ 18 എണ്ണം കുറച്ചുകൊണ്ട് US ഉത്തരവ് പുറപ്പെടുവിക്കും. അതേസമയം ഊർജ്ജം, സാങ്കേതിക മേഖലകളിൽ ഏകദേശം 50,000 കോടി ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം പരോക്ഷമായി മന്ത്രി സമ്മതിച്ചു. ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയുടെ അടിസ്ഥാനത്തിൽ വിവര സാങ്കേതിക വാർത്താവിനിമയ മേഖലകളിലും ഡേറ്റാ സെന്റർ ഉപകരണങ്ങളുടെ കാര്യത്തിലും ഭാവി വലിയ തോതിലുള്ള ആവശ്യം ഇന്ത്യക്ക് വരുമെന്നും മന്ത്രി പറഞ്ഞു. മാർച്ച് പകുതിയോടെയായിരിക്കും കരാറിൽ ഒപ്പുവെക്കുന്നത്. നിലവിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% പകരം തീരുവയും റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ചുമത്തിയ 25% അധിക തീരുവയും ചേർത്ത് 50% തീരുവയാണ് US ചുമത്തിയിട്ടുള്ളത്. ഇന്ത്യക്ക് പുറമെ ബ്രസീലിനു മാത്രമാണ് ഇത്രയധികം തീരുവ ചുമത്തിയിട്ടുള്ളത്. കരാർ പ്രാവർത്തികമാകുന്നതോടെ തീരുവ 50 മുതൽ 18 വരെ കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉടമ്പടിയുമായി ബന്ധപ്പെട്ട നിക്ഷേപ വാഗ്ദാനങ്ങളൊന്നുമില്ലെന്ന് മന്ത്രി പറഞ്ഞു. വിമാനങ്ങളുടെ കാര്യത്തിൽ മാത്രം ബോയിങ്ങിൽ നിന്ന് 80 ബില്യൺ വാങ്ങാനാണ് പോകുന്നതെന്ന് മന്ത്രി വിശദീകരിച്ചു. കരാർ നിയമപരമാകുന്നതോടെ മറ്റു ചില ഇളവുകൾ കൂടി രാജ്യം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും കാര്യങ്ങൾ വേഗത്തിലാക്കാനാണ് ശ്രമമെന്നും പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. കരാറിന്റെ സംയുക്തയെക്കുറിച്ചുള്ള പ്രസ്താവന നിയമപരമായ കരാറാക്കി മാറ്റേണ്ടതുണ്ടെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ പറഞ്ഞു. അതേസമയം തിങ്കളാഴ്ച ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് തന്റെ പതിവ് നെഞ്ചിടിക്കുന്ന ശൈലിയിൽ വ്യാപാര കരാർ പ്രഖ്യാപിച്ചപ്പോൾ പല വിഷയങ്ങളിലും വ്യക്തതയില്ലായ്മ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി മോദിയുടെ സംയമനത്തോടെയുള്ള പോസ്റ്റ് താരിഫ് കുറച്ചതിനെ അംഗീകരിക്കുക മാത്രമാണ് ചെയ്തതെന്ന വസ്തുത പിരിമുറുക്കം വർദ്ധിപ്പിച്ചു. ഇന്ത്യ റഷ്യയിൽ നിന്നല്ല അമേരിക്കയിൽ നിന്നാണ് എണ്ണ വാങ്ങാൻ സമ്മതിച്ചതെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇന്ത്യ ഇത് പരസ്യമായി സ്ഥിരീകരിച്ചിട്ടില്ല. പ്രധാനമന്ത്രി മോദി US ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ ഒഴിവാക്കുമെന്ന് ഫോൺ സംഭാഷണത്തിനിടെ സമ്മതിച്ചതായും ട്രംപ് അടിവരയിട്ടു. ഇന്ത്യയും ഇക്കാര്യത്തിൽ മൗനം പാലിച്ചു. US-ൽ നിന്നും $500 ബില്യൺ സാധനങ്ങൾ വാങ്ങാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന ട്രംപിന്റെ അവകാശവാദത്തെക്കുറിച്ചും പ്രധാനമന്ത്രി മോദിയുടെ പോസ്റ്റ് മൗനം പാലിച്ചു. കരാറിൽ നിക്ഷേപ പ്രതിബദ്ധത ഇല്ലെന്ന് വ്യാഴാഴ്ച ഗോയൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ 18% തീരുവ കുറച്ചിരിക്കുമെന്ന് പ്രധാനമന്ത്രി സ്ഥിരീകരിച്ചു. US-ൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള 2 ആഖ്യാനങ്ങൾ വളരെയധികം അനിശ്ചിതത്വത്തിന് കാരണമായി. അടുത്തയാഴ്ച ഇരുപക്ഷവും സംയുക്ത പ്രസ്താവന പുറത്തിറക്കുന്നതോടെ ഇത് വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ റിപ്പോർട്ടിൽ ശ്രദ്ധ ചെലുത്തിയതിന് നന്ദിയെന്നും അറിയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വ്യാപാര കരാറിൽ കാർഷിക ക്ഷീര മേഖലകളെ സംരക്ഷിക്കുന്നതിൽ സർക്കാർ വിജയിച്ചുവെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പാർലമെന്റിൽ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.